നമുക്കിന്ന് വീട്ടിൽ തന്നെ സോപ്പ് ഉണ്ടാക്കിയാലോ? എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ, വിജയിക്കുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. സോപ്പ് ഉണ്ടാക്കാനായി ഞാൻ മേടിച്ചിട്ടുള്ളത് ഗ്ലിസറിൻ ബേസാണ്. ഖാദിയുടെ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഇത് മേടിച്ചത്. 1/2 കിലോ ആയിരുന്നു അത്. അതിൽ നിന്ന് ഞാൻ കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് 200 ഗ്രാം ഉണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായി നമുക്ക് മുറിച്ചെടുക്കാം. എത്ര ചെറുതാക്കുന്നോ കഷ്ണങ്ങൾ അത്രയും നല്ലതാണ്. പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. വീട്ടിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോപ്പ് ബേസ് പുറത്തുനിന്ന് മേടിച്ചാലും ബാക്കിയുള്ള ചേരുവകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചേർക്കാം. പക്ഷേ ലിക്വിഡ് ഐറ്റംസ് കൂടുതൽ ചേർത്താൽ സോപ്പ് ശരിക്കും കട്ടയായി കിട്ടില്ല. 2 കഷ്ണം പപ്പായ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. എന്നിട്ട് ഇതൊരു അരിപ്പയിലിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇരിക്കുവാൻ വേണ്ടിയാണ്. 1 ടേബിൾ സ്പൂൺ രക്തചന്ദനപ്പൊടിയാണ്. 1 ടീസ്പൂൺ തേന്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് എസൻഷ്യൽ ഓയിലാണ്, മണത്തിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചേർക്കുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ മോൾഡ്. ഇതിലൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് സോപ്പ് വിട്ട് കിട്ടുവാൻ വേണ്ടി. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് സോപ്പ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അധികം ഇളക്കി കൊടുക്കരുത്. സോപ്പ് പതഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ മുകളിൽ ആ പതം നിൽക്കും. അതുകൊണ്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുവാൻ പാടുള്ളൂ. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മെൽറ്റായി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പതുക്കെ മിക്സ് ചെയ്ത് വേണം എടുക്കാൻ. ഒട്ടും പത വരാതെ ശ്രദ്ധിക്കണം. ഇത് അടുപ്പിൽ നിന്നും ഇറക്കി വെച്ചതിന് ശേഷമാണ് മണത്തിന് വേണ്ടിയുള്ളത് ചേർത്ത് കൊടുക്കേണ്ടത്. റോസ് എസൻഷ്യൽ ഓയിലാണ് ഇവിടെ ചേർക്കുന്നത്. ഒരു 5-6 തുള്ളി ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൂന്നെണ്ണത്തിലേക്ക് ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഒരെണ്ണത്തിൽ ഒഴിക്കാനുള്ളത് അതിലേക്ക് പപ്പായ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. ഇതൊരു 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്കാണ് ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് ഞാനിത് എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. 3-4 മണിക്കൂറൊക്കെ ഇരുന്നാൽ മതിയാകും ഇത് സെറ്റാകുവാൻ. ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ മോൾഡിൽ നിന്നും ഇത് വിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ വെച്ചത് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായത്. അത് ചൂടുവെള്ളത്തിലേക്കൊക്കെ ഇറക്കി വെക്കേണ്ടി വന്നു, അതൊന്ന് പുറത്തെടുക്കുവാൻ വേണ്ടി. ഇതിൻ്റെ മുകളിൽ കുറച്ച് പദം നിൽക്കുന്നുണ്ട്. അതാണ് കാണുമ്പോൾ ഒരു ഭംഗിയില്ല, കണ്ടില്ലേ? ആ പദം നമ്മൾ സ്പൂൺ ഉപയോഗിച്ചെടുത്ത് കളയാം. പക്ഷേ അതെടുത്ത് കളയണ മുമ്പ് തന്നെ അത് കുറച്ച് സെറ്റായിപ്പോയി. അതാണ് കാരണം. ബാക്കിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോപ്പിന് പത വളരെ കുറവാണ്. മണവും കുറവ് തന്നെയായിരുന്നു. കുറച്ചുകൂടി എസൻഷ്യൽ ഓയിൽ ചേർക്കേണ്ടതായിരുന്നു.